ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇരുമ്പം പുളി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുളിഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഇരുമ്പം പുളി, ഓർക്കാൻ പുളി എന്നൊക്കെ പറയും പല നാട്ടിലും. നമ്മളവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുളിഞ്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർക്കാപ്പുളി ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പോയിട്ട് വേണം നമ്മളത് തയ്യാറാക്കാൻ. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്കിത് ഒരു ഓർക്കാപ്പുളി 4 പീസാക്കിയിട്ട് എടുക്കുക. കുറച്ച് അധികം വലിപ്പമുള്ള ഓർക്കാപ്പുളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4ഓ 5ഓ ഒക്കെ പീസാക്കാം. ഞാനിവിടെ ഒരു ഓർക്കാപ്പുളി 4 പീസാക്കിയാണ് എടുക്കുന്നത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത ഓർക്കാപ്പുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. അതിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അതായത് കുഴപ്പമൊന്നുമില്ല, വാടിയതൊന്നുമല്ല. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു നിറമാറ്റാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര നല്ല അഴുക്കൊന്നും ഇല്ലാത്ത കരടും കുറുമ്പൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതിലിട്ടിട്ട് വേവിച്ചാൽ മതി. പൊടിച്ചിട്ടിട്ടോ ഒക്കെ വേവിച്ചാൽ മതി. ഞാനിത് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് നമുക്ക് ഈ ഓർക്കാപ്പുളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആ കുക്കർക്ക് നമ്മൾ കുറച്ച് അധികം ഓർക്കാപ്പുളി ഉണ്ട്, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ശർക്കര നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അത് തിളച്ച് പുറത്ത് വരും. അപ്പോൾ ഈ ഒരു ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഓർക്കാപ്പുളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെയുണ്ടല്ലോ, അതിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഓർക്കാപ്പുളിയൊക്കെ ഇവിടെ വിസിലടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓർക്കാപ്പുളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. അത്ര വേണ്ടി വരില്ല, ഒരു 1/4 കപ്പൊക്കെ മതിയാവും. നമ്മൾ കുക്കറിന് പുറത്ത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ശർക്കരയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മറ്റൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെലയും ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഓർക്കാപ്പുളി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ വെള്ളവും ഓർക്കാപ്പുളിയും ഒക്കെ എല്ലാം ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വറ്റി കിട്ടും. അപ്പോൾ അത് നന്നായി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂണ് കടുകും 1/4 ടീസ്പൂണ് ഉലുവയും വറുത്തിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് എണ്ണയൊന്നും ചേർക്കാതെ വറുത്തതാണ്. അതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് നമ്മൾ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കണം. കാശ്മീർ മുളക് പൊടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റേത് കുറച്ച് എരിവിനും വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഉലുവൻ്റെയും കടുകിൻ്റെയും ഒക്കെ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ ഓർക്കാപ്പുളിൻ്റെ പുളിഞ്ചി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ, ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അധികം തിളപ്പിച്ചെടുക്കരുത്. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ ഒക്കെ സൂക്ഷിച്ച് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇരുമ്പമ്പുളി വെച്ചിട്ട് അല്ലെങ്കിൽ ഓർക്കാപ്പുളി വെച്ചിട്ടുള്ള ഈ ഒരു നല്ലൊരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.